ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. ഞാൻ നടിയിൽ പൂക്കളയും കാണിക്കാറുണ്ട്, പച്ചക്കറി നടുന്നതും കാണിക്കലുണ്ട്. ഇന്ന് ഞാൻ നടുന്നത് പൂക്കളാട്ടോ. പൂക്കൾ ഇങ്ങനെ ഉണ്ടായി നന്നായി ഉഷാറായി വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ വിചാരിച്ചു അതുപോലെ ഇനിയും വേറെ നടാൻ പോകും. അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ വരി, എന്താ നമ്മൾ നടുന്നത്, ഏതിലാണ് നടുന്നത് ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ എൻ്റെ വെർട്ടിക്കൽ 10 മണി. ഞാനിത് നടുമ്പോൾ ഇത്ര ഉഷാറാവുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു ചെറിയ പൊട്ട് കൊണ്ടാണ് ഞാൻ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത്. നട്ട് കഴിഞ്ഞാൽ ചുറ്റും ഉണ്ടാവും, അത് കട്ട് ചെയ്ത് നട്ടാൽ വേറെ ഉണ്ടാവും. എന്താ പൂബോളൊക്കെ ഉഷാറായിട്ട് പൂബോളൊക്കെ ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഞാൻ നടണ്ടൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണോ, എന്നാലേ ഇത് ചുറ്റും ഉണ്ടാവുള്ളൂ. ഇതെല്ലാം മൊട്ടുകളാണ്, കട്ട് ചെയ്ത് നമ്മൾ നട്ടാലുണ്ടല്ലോ അതിൽ നിന്ന് നാളെ പൂവിടും. കണ്ടോ, നോക്ക് ഉഷാറ്. അപ്പം ഞാനിതൊക്കെ ഒന്ന് ചെറുതാക്കുക, ഇത് കട്ട് ചെയ്യുക, വേറൊന്ന് ഉണ്ടാക്കുക. അതാണ് ഇന്നിൻ്റെ വീഡിയോ. അപ്പം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കുറേ പേർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ നട്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടേ. സൗകര്യം വേണം അല്ലേ നമുക്ക്, വെർട്ടിക്കലിനും എല്ലാത്തിനും. കുപ്പിയില്ല, വലിച്ചെറിയുന്ന കുപ്പി, അത് മതി ധാരാളം. ഇങ്ങനൊന്നും സൗകര്യം അല്ലെങ്കിൽ ആ കുപ്പി മതി. ഇന്ന് ആ കുപ്പിയിലാണ് നടുന്നത്, നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇതുപോലെ. അതിനു വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത് 2 കുപ്പിയാണ്. ഈ കുപ്പി ഞാൻ ഒരിക്കലും ഉപയോഗിച്ച് ഒഴിവാക്കിയതാണ്. ചീര നട്ടിരുന്നു. അപ്പം ചീര എല്ലാം പറിച്ച് സമയം, എല്ലാത്തിനൊരു സമയം ഉണ്ടല്ലോ, അധിക നേരം നിൽക്കൂലല്ലോ ചീരയൊന്നും. അപ്പം കളഞ്ഞ് ആ കുപ്പി നല്ലോണം തേച്ച് കഴുകി. എന്നാലും നല്ലോണം ഒന്നും വൃത്തിയായില്ല, നല്ലൊരു വിധം. ഞാൻ നിറച്ച് ഹോൾസ് ഇടട്ടെ കേട്ടോ. ഹോൾസ് ഇട്ടിട്ടാണ് നമ്മൾ ഇനി പൂബോളും കെട്ടായി വരും. ഇതാ നിറച്ച് ഹോൾസ് ഇട്ട് ഇനി ഇതിൻ്റെ ഇടട്ടെ. ഞാൻ ഹോൾസ് ഇടട്ടെ. ഹോൾസ് ഇടാനൊക്കെ നല്ല സൗകര്യമാണ്. അതാ ഇത് ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിയതായിരുന്നു. ഇത് കറണ്ട് പോലെ കേട്ടോ കളിക്കുന്നത്, നല്ല ശ്രദ്ധ വേണം. ഞാൻ അധികമായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇതാ പിന്നെ കുറച്ചേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ. കണ്ടോ, ഇത് ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിയതിന് എന്തൊരു സുഖമാണ്. ഇത് ഹോൾസ് ഉണ്ടാക്കാൻ കത്തി ചൂടാക്കിയൊന്നും വേണ്ട. ഞാൻ അങ്ങോട്ടാക്കാം. ആദ്യം ഞാനൊരു കുത്തിട്ട് വെച്ചീന്, പേടിച്ചിട്ട് കറണ്ട് ഓഫാക്കിയതാണ്. നല്ലോണം ചൂടായിട്ട് ഇതാ ഹോൾസ് ഇട്ട്. കണ്ടോ, ഇനി ഫുള്ള് ഇതാ ഇട്ട് കഴിഞ്ഞ് അടുത്ത് ഇടട്ടെ. ഞാൻ ഹോൾസ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചില്ലേതാ, നിറയെ ഹോൾസ് ഉണ്ടാക്കി മേലെ കെട്ടി തൂക്കാനുള്ള സൗകര്യം, അടിയിൽ കെട്ടി തൂക്കാനുള്ള സൗകര്യം. ഇതിപ്പോൾ ഒരു ടവറായിട്ട് വരും, അട്ടിക്കട്ടിക്ക് ഇങ്ങനെ വരുമ്പോൾ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൽ മണ്ണ് നിറക്കുന്നതിന് മുമ്പേ ഇത് കട്ട് ചെയ്യണം. കാരണം കട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ നിറച്ച് മണ്ണിടുക അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ. ഇത് ഫുള്ള് എന്താണെന്നറിയോ, എൻ്റെ കരിയിലൊക്കെ ഉണങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഉണങ്ങി പൊടിഞ്ഞതാണ് ഇത്. എന്നിട്ട് മണ്ണൊക്കെ അതിൻ്റെ കളർ കണ്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ഒന്നും ചേർക്കുന്നില്ല, ഇതന്നെ മതി ധാരാളം. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യട്ടെ. ഒന്ന് കട്ട് ചെയ്യാൻ ആദ്യം തന്നെ കട്ട് ചെയ്യുന്ന പിടുത്തല്ല, നോക്കട്ടെ പിടുത്തം കിട്ടുമോ എന്നുള്ളത്. ഒന്ന് ബുദ്ധിമുട്ടാണ് എനിക്ക്. കിട്ടുന്നുണ്ട് പിടുത്തം. എന്താ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യോ, കൊല്ലുക എന്ന് പറയൂലേ, കൊല്ലുക അതുപോലെ. അത് എന്താ ഇതിപ്പം ഇങ്ങനെ സാരല്ല, ഇനി ഇതിൻ്റെ ഇരട്ടി ഉഷാർ ഇങ്ങോട്ട് വരും. ഇതങ്ങനെ പ്രൂൺ ചെയ്യുക, അതാണ് ഇപ്പം ഇതിൻ്റെ നമ്മളെ ഇതിൽ പറയേണ്ടത്. പ്രൂൺ ചെയ്യാന്നാ, പ്രൂൺ ചെയ്യാണിത്. ഇതങ്ങനെ അങ്ങ് ചെയ്ത് കൊടുക്കുക. എനിക്കില്ലേ ഒരു 2-3 തണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ഏക്കർ സ്ഥലത്ത് ഉണ്ടാക്കാം, നമ്മൾ മനസ്സ് വെച്ചാൽ. കാരണം ഇത് വേഗം മുളച്ച് കഴിഞ്ഞാൽ നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇത് പിന്നെ ശാഖകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളെവിടെ നടുമ്പോൾ എന്താക്കൂ, പിന്നെ അതുണ്ടാവും. അങ്ങനെ എനിക്ക് ഇത്ര ഉണ്ടായി എന്നറിയോ. ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ കാണാൻ കഴിയൂരല്ലേ. ഇത് നമ്മൾ ഈ കൃഷിയും ഞാൻ നട്ടാൽ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നവരില്ലേ, അവർക്കൊന്നും ഒരു വിഷമവും അതങ്ങ് നട്ടു നോക്കി വേറെ നട്ടാലുണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ നടാൻ മറന്നു പോയി എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടെങ്കിലും നനവുണ്ടെങ്കിൽ അവിടെ പിടിച്ച് തൂങ്ങുത്, ആ ഒരു പിടിവള്ളി പിടിച്ച് കയറും. എന്താ എല്ലാം കഴിഞ്ഞൂരേ, എന്തൊരു സങ്കടമല്ലേ, ഇതിനെ മൊട്ടാക്കി. എന്താ
എനിക്ക് നടണുണ്ടെങ്കിലും എനിക്ക് ചെടി ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൽ എനിക്കൊരു സങ്കടം. ചെടി പ്രേമികളാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസുഖമാണത്. ഇവിടെ കട്ട് ചെയ്തു. ഇനി നമുക്ക് അതിന് തുടങ്ങാം. ഇതെങ്ങനെയാണെന്നറിയാം, ഇവിടെ ഒരു ഹോൾസ് ഉണ്ട്. ഈ ഹോൾസിലാണ് ഞാൻ നനയ്ക്കല്. ഇതാ പറ്റ പോയില്ലേ. ഇനി ഞാനിത് പുറത്തങ്ങ് വെക്കും. ഇവിടെ ഉണ്ട്, ഇവിടെ നിന്നും കുറച്ച് കട്ട് ചെയ്യാം. മുടി വെട്ടുക എന്നൊക്കെ പറയല്ല, അതുപോലെ അല്ലേ, സങ്കടമാകുക. ഇനി ഞാൻ തുടങ്ങുക കേട്ടോ. ചകിരി ഇട്ട് ബെഡ് പൊളിച്ചതിൻ്റെ. ഇനി ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് മണ്ണ് വളമൊന്നും വേണ്ട, അതല്ലാതെ തന്നെ ഇത് ഉണ്ടാവും. തുടക്കം തന്നെ ഇങ്ങനെ അങ്ങ് ഇട്ട് പോന്നാൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, അല്ലെങ്കിൽ ഇടാൻ ബുദ്ധിമുട്ടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഗ്ലൗസ് ഇട്ടാൽ ഈ പവറിലൊന്നും ഇടാൻ കഴിയൂല. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ അങ്ങ് ഇടുക. ചുറ്റും എനിക്കില്ലേ, പിന്നെ ഇന്നലെ വന്ന ഒരാളുണ്ട്, എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നെ കാണാൻ വന്ന ആളുണ്ട്. അവർ എനിക്ക് ഇതേപോലത്തെ എല്ലാം കൊണ്ടുവന്ന്, കുറേ എതളുള്ളത് കൊണ്ടുവന്ന് ഞാൻ നട്ട് ഇപ്പം തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇന്ന് ഞാൻ നോക്കി, ഇന്നലെ നട്ടിന്ന് നോക്കുമ്പോൾ പൂ വരുന്നുണ്ട്. ഞാൻ കാത്തിക്കുക അത്. ഇനി കുറച്ച് മണ്ണിടാം. ഞാൻ അങ്ങനെ നിറച്ച് വിട്ടിട്ട് കുറേ അങ്ങ് എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ, അല്ലാതെ ഇത് വീഡിയോ അങ്ങ് നീണ്ടു പോവും. ഇങ്ങനെ ഉണ്ട്, ഞാൻ നിറച്ച് വിടട്ടെ, എന്നിട്ട് കാണിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതാ എല്ലാ ഹോൾസിലിട്ട് നിറച്ചു. ഇപ്പം നമ്മൾ കുപ്പി കാണും കേട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ കുപ്പി കാണൂല, അത്രക്കും ഇത് ഉണ്ടാവും. അങ്ങനെ മേലെയും കുത്തി കൊടുക്കുക. മേലെ കുത്തി ഇങ്ങനെ ഇങ്ങോട്ട് ചെരിയൂ, ഇത് അങ്ങോട്ട് ഇങ്ങനെ ചുറ്റും ഉണ്ടാവും. നല്ല ഭംഗിയിൽ വരും. ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ നല്ല രസമല്ലേ പൂക്കൾ ഇങ്ങനെ. നമുക്ക് രാവിലെ പണിയെല്ലാം കഴിഞ്ഞിട്ടാ, എന്തെല്ലാം പണിയുണ്ട് അടുക്കളയിൽ എല്ലാം കഴിഞ്ഞ് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ പൂക്കൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. പൂക്കൾ കുറഞ്ഞാൽ അമ്മക്കന്നെ ഒരു മൂഡ് ഓഫ് അല്ലേ. എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ എൻ്റെ ജമന്തിയൊക്കെ പൂടാൻ തുടങ്ങി. എനിക്ക് താമരശ്ശേരി സെൽമ ജറബറ കൊണ്ടുവന്നിരുന്നു. ആ ചെടിയൊന്നും എൻ്റെ അടുത്തില്ല, എൻ്റെ അടുത്തൊക്കെ നാടൻ ചെടികളല്ലേ ഉള്ളത്. അപ്പോൾ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അവർ വരുമ്പോൾ കൊണ്ടുവന്നാ. അപ്പോൾ അത് രണ്ടും പൂ വിടുന്നുണ്ട് കേട്ടോ. സെൽമത്തിയെ കാണിച്ചു തരാം. മൊട്ട് ഞാൻ എന്നാൽ കണ്ട് ഞെട്ടിപ്പോയി. ഞാനത് കണ്ടപ്പോൾ അങ്ങനെ ഞാനെന്തോ നട്ട് കഴിഞ്ഞിട്ട് അത് പൂ വിടാമെന്ന് കണ്ടാൽ എനിക്കുണ്ടാകുന്നൊരു ഇത് പറയണ്ട. അങ്ങനെ ഞാനിന്നിപ്പോൾ അത് കണ്ട്, അങ്ങനെ വിജയകരമായിട്ട് ഒരു കുപ്പിയിൽ ഞാൻ നട്ട് കഴിഞ്ഞു. ഇനി ഞാൻ അടുത്ത കുപ്പി നടട്ടെ കേട്ടോ. പൂക്കളെ കൂട്ടത്തിൽ ഇങ്ങനെ നിറച്ച് നട്ട് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ബോളായിട്ട് പൂക്കളുണ്ടെന്ന് പ്രത്യേക രസമാണ്. ഇനി ഇത് അടുത്ത കുപ്പിയിൽ ഞാൻ അതുപോലെ തന്നെ നടുന്നത്. വീഡിയോ നീണ്ടു പോകുന്നത് കൊണ്ട് ഞാൻ പിന്നെ ഫുള്ളൊന്നും കാണിക്കൂല. ഫുള്ള് ഇങ്ങനെ നീണ്ടു പോയാൽ അതൊരു രസമല്ല, ചുരുക്കി കാണണം. മണ്ണിടുന്നൊന്ന് കാണിച്ചിരിക്കുകയാണ്. കുറച്ച് കരിയില കമ്പോസ്റ്റും അങ്ങോട്ടിട്ട് ഇനി ഞാൻ നടട്ടെ കേട്ടോ. വലിയ പിന്നെ കരണ്ടിൻ്റെ ആ സാധനം കൊണ്ട് ഇങ്ങനെ ഹോൾസ് ഉണ്ടാക്കിയാൽ നല്ല ഭംഗിയിൽ വലിയത് വരും. അതൊക്കെ നല്ലൊരു ഉപകാരമുള്ള സംഭവങ്ങളാണ്. ഞാൻ അത് നൂരട്ടെ, നല്ല വൃത്തിയിൽ നടാനാവുള്ളൂ. നല്ല വൃത്തി അതിട്ടാൽ പറഞ്ഞിട്ട് കാര്യമല്ല, ഒരു പ്രയാസം ഇതിക്കട്ടെ. മണ്ണ് ഈനോട് വരാം. രണ്ടാമത്തോ ഞങ്ങൾ നറുക്കാനായിട്ടോ. നമ്മൾ ഇങ്ങനെ തപ്പ് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് ഒക്കെ വേണമല്ലോ. അത് ഇതാക്കി കഴിഞ്ഞാൽ എല്ലാത്തിനും മൊട്ടാണ്. മൊട്ടുള്ളത് കൊണ്ട് നമുക്ക് സുഖമാണ്, നാളെ തന്നെ അത് വിരിയും. എല്ലാം തപ്പി പിടിച്ചിട്ട് ഇങ്ങനെ മേലൊക്കെ എത്തിയാലേ മേലെ കൊളത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആവൂരല്ലോ. പെട്ടെന്നാകുന്നുണ്ട് സംഭവം അത് കണ്ടോ. ഇനി ഇവിടെ ഒന്ന് കെട്ടാനുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നടട്ടെ കേട്ടോ. മേലെ നമുക്ക് പിന്നെ ചെറുത് മതി, ചെറുത് ഏറ്റവും നല്ലത് മേലെ നടാൻ. അതിന് ഇഷ്ടം പോലെ ചെറുതുണ്ട്. വേണമെങ്കിൽ നടിയൊന്നും വേണ്ട, മേലെ നിങ്ങൾക്ക് ഇട്ടാൽ മതി, വാരി അങ്ങ് ഇട്ടാൽ മതി. ഇട്ട് കഴിഞ്ഞാൽ
നാളേക്ക് തന്നെ ഇത് മുട്ടുണ്ടാവും. ഇതാ നിറച്ചും ഉണ്ടാവും, അതിനനുസരിച്ചുണ്ടാവും. ഇനി ഇത് കളയാൻ തോന്നില്ല, ഇത് നല്ല ഒന്ന്. ഇത് വേണമെങ്കിൽ ചെറിയ ഹോൾസ് ഉണ്ടോ തപ്പുക, ഒന്നിട്ടുള്ള ഹോൾസ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട്. ഇവിടെ നറുക്കാൻ തന്നെ ഉണ്ട് കേട്ടോ, അങ്ങനെ വിട്ടു പോകും നമ്മൾ. ഓ ഇവിടെ നറുക്കാൻ തന്നെ ഉണ്ട്. എന്താ ഇനി ഇവിടെ വലുതുള്ളു. ഫിനിഷിങ് വർക്ക് നമുക്കൊന്ന് മൊത്തം ഒന്ന് തപ്പണം എവിടെയാണ് ഉള്ളതെന്നുള്ളത്. ഇതായിട്ട് നമ്മൾ കുറച്ച് നമുക്ക് പരിശ്രമിച്ചാലും നമുക്ക് പിന്നെ അവസാനം നമുക്ക് വിശ്രമിക്കാം. അത് കണ്ട് ആസ്വദിച്ചിട്ട് കുറച്ചൊക്കെ അധ്വാനം വേണമല്ലോ ഒരു ഭംഗിയുള്ള ഇതുണ്ടാക്കണമെങ്കിൽ. വില പിടിച്ച പൂക്കളൊന്നും എൻ്റെ പൂന്തോട്ടത്തിലില്ല. എൻ്റേത് ഇങ്ങനെ സാധു പൂന്തോട്ടമാണ്. പിന്നെ എനിക്ക് ഓരോരുത്തർ ഫ്രീ ആയിട്ട് തന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ആദ്യം ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങൾ വരെ നട്ടത് ഞാൻ സിമൻറ്റ് ചാക്കിലിരുന്നു. അതിൽ നിന്ന് പുരോഗമിച്ച് ഇപ്പം ഞാൻ അദീനിയം തൊട്ട് ജറവറ തൊട്ടൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. ഓർക്കിഡും അങ്ങനെ വില പിടിച്ചതൊക്കെ എനിക്കിപ്പോൾ നമ്മളെ കുടുംബത്തിലെ ആൾക്കാർ എനിക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് തന്നത് കൊണ്ട് അങ്ങനെ നിറഞ്ഞ് ഓർക്കിഡ് എൻ്റെ പൂത്തു അങ്ങനെ നല്ല ഉഷാറായി വരുന്നുണ്ട്. പിന്നെ അതിന് ഞാൻ കുറേ തൈകളുണ്ടായി. ആ തൈ തന്നത് ഇങ്ങനെ ഉഷാറായി വരുന്നുണ്ട്. ഞാൻ തന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ പൊന്നു പോലെ നോക്കും. അങ്ങനെ വിജയകരമായിട്ട് 2 ഉണ്ടാക്കി. ഇനി ഞാൻ എവിടെയാണ് ഞാൻ ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വിജയകരമായിട്ട് ഞാനിതാ ടവർ തന്നെ പറയാം. ഇതിപ്പം നിങ്ങൾക്ക് ടവറായിട്ടൊന്നും തോന്നൂല. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഈ കുപ്പിയിലാണോ അത് നട്ട് തിരിയാണ്ടാവും. അതിൻ്റെ അടിയിൽ ഒരു കുപ്പി തൂങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാണ്ടായി. നമുക്കല്ല എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇതാ ഇങ്ങനെ അങ്ങ് അടിപൊളിയായിട്ട് എവിടെയെങ്കിലും കൊളുത്തിയിട്ടാൽ ഇത് പിന്നെ നാളെ തൊട്ട് തന്നെ പൂവിടാൻ തുടങ്ങും. ഇതാ എങ്ങനെയുണ്ട് ഐഡിയ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ എൻ്റെ വെർട്ടിക്കൽ കണ്ടപ്പോൾ എനിക്ക് ഈ ബുദ്ധി വന്നത്. വെർട്ടിക്കൽ ഇങ്ങനെ എപ്പം പോയി നോക്കും. എനിക്ക് എന്തൊരു ഇഷ്ടമാണ് കാണുന്നത്. ഇങ്ങനെ നീളത്തിൽ പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇനി ഞാനിതൊന്ന് കൊളുത്തിയിടട്ടെ കേട്ടോ. ഇനി ഞാൻ കൊളുത്താൻ പോവുകയാണ്. ഇപ്പം ഞാൻ കൂടുതൽ വെയിൽ തട്ടുന്ന ഭാഗത്തല്ല വെക്കുന്നത്. കുറച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വെയിൽ കൊണ്ടാലൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇതാ ഇവിടെയാണ് കൊളുത്താൻ പോകുന്നത്. വെയിറ്റ് കുറവാണ്. ഇവിടെ കൊളുത്തിയിട്ട് ഇതെല്ലാം മൊട്ടുകളാണ്. ഇതൊക്കെ ഇനിയിങ്ങനെ വലുതാവും, ഇതിങ്ങോട്ട് വലുതായി താവും. അങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ടവറായിട്ട് വരും. അതെൻ്റെ പ്ലാൻ, എൻ്റെ മൈൻഡിൽ അതാ വന്നത്. കണ്ടില്ലേ ചെറിയ പൊട്ട്, ഇങ്ങനെ ഓരോ പൊട്ട് കുത്തി കൊടുത്തിട്ടുണ്ടായത്. ഇതിൻ്റെ പൂക്കൾ നോക്ക്. ഇതിങ്ങനെ ഒന്നുമല്ല, ഒന്നും കൂടി വിരിഞ്ഞ് സമയം തെറ്റിപ്പോയി. വൈകുന്നേരം ആയതുകൊണ്ട് അങ്ങക്ക് അത്ര അങ്ങോട്ട് അങ്ങനെ നിൽക്കാൻ കാണാത്ത എന്ത് ഭംഗിയാലേ. ഇനി ഞാനിത് വെട്ടണം, എന്നാലേ ഇപ്പോൾ ഒന്നും കൂടി ബുഷിയാവുള്ളൂ. വെട്ടാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരു കുഴപ്പം എനിക്ക്. അതൊക്കെ അങ്ങോട്ടേക്ക് പോയി എല്ലാ പൂക്കൾ. ഇനി അതുപോലെ ആക്കാൻ വേണ്ടിയിട്ടാട്ടോ. എൻ്റെ വേറെ പൂക്കൾ കാണിച്ചു തരാം. എൻ്റെ വെർട്ടിക്കൽ കാണിച്ച് നോക്ക്. ഇതാ പൂക്കളൊക്കെ നോക്കി. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഇവിടെ വെള്ളപ്പൂവ്. ഇതൊക്കെ നോക്ക് എന്താ ഉഷാർ. ഇതൊക്കെ എന്തൊരു ഭംഗിയാലേ. ഇനി ഇതിനൊക്കെ പൂ വരണം, വന്നില്ല. അത് തൈകളാണ്, വെച്ചിട്ടേ ഉള്ളൂ. എന്താ എൻ്റെ ഓർക്കിഡ് ഇത് എനിക്ക് കാഫില തന്നിരുന്നു. എവിടുത്തെന്നറിയോ? തിരുവനന്തപുരത്ത് നിന്ന് ആൾ വന്ന് ഇതിൻ്റെ അയൽവാസി തന്നതാ. അതും ഇതാ പൂവിടുന്നുണ്ട്, നിറയെ തൈ ഉണ്ടാകുന്നുണ്ട്. ഇതെൻ്റെ ഡെയ്സിൻ്റെ മഴ കാരണം ഞങ്ങളുടെ തണലത്ത് എടുത്ത് വെച്ചതാണ്. ഇതെൻ്റെ ചോപ്പ് ഡെയ്സി എനിക്ക് നുസ്രത്ത് തന്നിരുന്നു. അതും ഒരു ഫാൻ തന്നെ. ഇതായി വരുന്നേ ഉള്ളൂ, വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇത് നോക്ക് എന്തൊരു ഭംഗിയാലേ. ഇത് മഴ കൊള്ളാത്ത ചെടി. അതിൻ്റെ നോക്കിയൊക്കെ അടുത്തുന്നതാ. ഇതൊക്കെ നോക്കിയൊക്കെ എന്താ ഭംഗി, അടിപൊളി. ഇതിലൊക്കെ പൂവിടുന്നത് ഇങ്ങോട്ട് നിറയണം പൂ, എന്നാലേ ഇതിൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഈ വെർട്ടിക്കൽ എന്താ നോക്ക്. എൻ്റെ ഈ വെർട്ടിക്കൽ മേരിഗോൾഡാണ്. ഇനി ഇത്
ഞാനെല്ലാം കട്ട് ചെയ്ത് കൊടുക്കും. ഇതാ ഇങ്ങനെ കട്ട് ചെയ്യും ഇവിടെ, എന്നിട്ട് കട്ട് ചെയ്ത് ഇതിൽ തന്നെ കുത്തി വെക്കും. എന്നാലേ ഇതിന് ശാഖ വന്നാലേ ഇതിന് പൂക്കൾ നിറയുള്ളൂ. ഇതാരോ കട്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ വെച്ച് വെക്കുമ്പോൾ തെളിഞ്ഞ് വന്നു. തെളിഞ്ഞ് വന്നു. ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തതാ. വെർട്ടിക്കൽ ഇനി മേരിഗോൾഡ് ആകുന്നേ ഉള്ളൂ. ഞാൻ ഇതെനിക്ക് താമരശ്ശേരി സെൽമ കൊണ്ടുവന്ന ജറവറ കണ്ട മൊട്ടിട്ട് സെൽമ കണ്ടിട്ടുണ്ടെങ്കിൽ പറയണതാ ഒരു മൊട്ട്. ഇതിനും ഒരു മൊട്ട് വന്നിട്ടുണ്ട്. അതിന് മൊട്ട് കണ്ടിക്ക് ഭയങ്കര സന്തോഷമായി. ഇതെൻ്റെ നാടൻ ബാൾസം. മൊട്ട് നിറയുണ്ട്, പൂവിടാൻ തുടങ്ങി. ഒരു പുള്ളിക്കുത്തൊക്കെ ഉള്ളത്. ഇതെന്താ അറിയോ, ഇത് ഞാൻ റോട്ടുമെന്ന് കിട്ടിയ എൻ്റെ നിത്യ കല്യാണി കട്ട് ചെയ്ത് കുത്തി വെച്ചതാ, നിറച്ചും കുത്തി വെച്ചതാ. എല്ലാം വേര് പിടിക്കുന്നുണ്ട്. ഇതെൻ്റെ ജമന്തി മൊട്ട് വിരിയാൻ തുടങ്ങി. ഇത് ജെറേനിയല്ല, മെലസ്റ്റോമ. പൂവിട്ടിട്ടോ. ഇത് ഞാൻ ഒന്ന് നട്ട് നിറയെ മുട്ട. ഇത് നോക്ക് എന്ത് രസാലേ, വെള്ള ബാൾസം, നല്ലൊരു കളറ്. അതൊക്കെ ബാൾസ, ഇതെല്ലാം ബാൾസ. പൂക്കൾ കാണിക്കുമ്പോൾ ഞാൻ എൻ്റെ പൂക്കൾ കാണിച്ചിന്ന്. ഇത് കമ്മൽ ചെടി. ഇങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. അല്ല, ആ ഒരു ചെടി എന്താ നാശമായിപ്പോയേ? ഞാൻ ഇതിൽ നട്ടത് ഇതിത്തെ പോയി വേറെ നട്ടു കൊടുക്കണം. അങ്ങനെ പരാജയമൊക്കെ ഉണ്ടാവും, അത് നോക്കിയിട്ട് കാര്യമല്ല. ഇതൊക്കെ നോക്ക് എന്താ ഉഷാറ്, കണ്ണോക്ക്. ഇത് നമുക്ക് തണ്ടു നടാട്ടോ. ഞാൻ തണ്ട് നടുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചെടി ഒന്ന് പോയിട്ടുണ്ട്. ഞാൻ വേറൊരു ചെടി തപ്പി പിടിച്ച് കൊണ്ടുവന്ന് ഞാൻ ഇപ്പം കാണുന്നത് കേട്ടോ. നമ്മളങ്ങനെ എപ്പോഴും നോക്കണം നമ്മളെ ചെടി. അതൊക്കെ ഉഷാറായി, എല്ലാം ഉഷാറായി. ഞാൻ നോക്കും അതൊക്കെ ഉഷാറാകുന്നുണ്ടോ, എനിക്ക് പരിശോധനയാണ്. എൻ്റെ ജെറേനിയം കണ്ടോ, എത്ര മൊട്ടും എന്തോ ഒരു പൂക്കളും അതിനുള്ളതെന്നറിയോ. ഇത് നട്ടുപിടിപ്പിക്കാൻ ഈസിയാണ്. ഞാൻ ദിവസം ഓരോ കമ്പ് കൊണ്ടുപോയി നടും. എവിടൊക്കെ നടും ഞാൻ. എല്ലായിടത്തും നട്ട് വേര് പിടിച്ചിട്ട് നമുക്ക് നല്ല പോട്ടിൽ കൊണ്ടുപോയി നടാം. അതിന് വേണ്ടിയിട്ട് ഇതായിരുന്നു എനിക്ക് ഇന്നലെ കൊണ്ടുവന്നത്. നല്ല ഇതളുള്ള 10 മണി. ഒരു വെള്ള ഇതളുണ്ട് തോന്നുന്നു, വിരിയുന്നേ ഉള്ളൂ. ഇതെനിക്ക് ഇന്നലെ സുഹറ കൊണ്ടുവന്നതാണ്. ഞാൻ നട്ട് തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ, എൻ്റെ 10 മണി നടുന്നതും അതിൻ്റെ പൂബോളാക്കി മാറ്റുന്നതും ടവറാക്കി മാറ്റുന്നതും മറ്റ് ചെടികളാളായി വരുന്നതും ഒക്കെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കാണിച്ചു തന്നല്ലോ. അപ്പോൾ കുറേ പേർക്ക് അത് ഇഷ്ടമാണ്. എന്നോട് കാണിക്കോ ചോദിക്കാറുണ്ട്. അതാണ് ഞാനിങ്ങനെ കാണിച്ചു തന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്ബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.